ഡോക്ടർ ജി ഗോപകുമാർ, രാഹുൽ ഗാന്ധിയുടെ അഭാവം ഇപ്പോൾ ഈ സമരങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസിന് തടസ്സമാകുന്നുണ്ടോ? ഇന്ത്യ സഖ്യത്തിന്റെ കാര്യവും പറയാം. ഇന്ത്യ സഖ്യത്തിനും ഈ ഫലത്തിൽ നേതൃത്വം വഹിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണല്ലോ. അതിനൊരു ഏകോപിതമായ ഒരു നേതാവില്ല എന്ന് പറഞ്ഞാലും ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി തന്നെയാണ്. ഇതിപ്പോൾ രാഹുലിന്റെ അഭാവം അങ്ങനെ പ്രകടമാകുന്നുണ്ടോ രാജ്യത്ത്? ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. നമ്മുടെ ഒരു പാർലമെന്ററി ജനാധിപത്യമാണ്. പാർലമെന്ററി ജനാധിപത്യത്തിലെ ജീവവായു എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. അതിൽ തന്നെ ഏറ്റവും മർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഭരണകക്ഷിയും അഥവാ ഗവൺമെന്റും, മറുവശത്ത് പ്രതിപക്ഷവും അതിന്റെ നേതാവുമാണ്. ആ നിലയ്ക്ക് രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് ജനമുന്നേറ്റമുണ്ടാക്കി കൂടുതൽ ശക്തി ആർജിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കേണ്ടത് 365 ദിവസത്തെയും ചുമതലയാണ്. ഒരു നിമിഷം പോലും പ്രതിപക്ഷ നേതാവിന് ദേശീയ രാഷ്ട്രീയം വിട്ടുകൊണ്ടൊരു കളിയില്ല. മറ്റൊരു മേഖലയിൽ വിദേശനമയമായി പോകുന്നുണ്ടെങ്കിൽ പോലും അത് രാജ്യത്തെ ജനങ്ങളും രാഷ്ട്രീയ സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാവരും അറിയുന്ന രീതിയിൽ സുതാര്യമായിട്ടാണ് പോകേണ്ടത്. രാജ്യത്ത് ഉണ്ടായാൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗവൺമെന്റിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കാം. വാസ്തവത്തിൽ വീഴ്ചയായിട്ട് ഇപ്പോൾ അയോധ്യ സംഭവം മാത്രമേ ഉള്ളൂ, പക്ഷെ അത് പ്രധാന സംഭവം തന്നെയാണ്. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ ദേശീയ തലത്തിൽ വളരെയധികം അസംഘടിതരാണ്. ഇന്ത്യ മുന്നണിയാണെന്നൊക്കെ മഞ്ജുഷ പറഞ്ഞെങ്കിലും അത് എത്രത്തോളം വൈരുദ്ധ്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, പശ്ചിമ ബംഗാളിലും സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ കേരളം ഒഴികെ മറ്റെവിടെയാണ് കോൺഗ്രസിന് എവിടെയെങ്കിലും ഒരു പ്രസക്തി ഉണ്ടാക്കാൻ കഴിഞ്ഞത്? തമിഴ്നാട്ടിൽ പോലും DMK മുന്നണി പരാജയപ്പെട്ട മുന്നണിയിൽ നിന്ന് ചാടിയ 4-5 പേര് ഈ വിജയ് ജോസഫിന്റെ കൂടെ പോയി ഭരണത്തിന്റെ ഭാഗമായി എന്നല്ലാതെ ആകെ എല്ലായിടും സമ്പൂർണ്ണ പരാജയമാണ്. അത് മാത്രമല്ല, പ്രതിപക്ഷ കക്ഷികൾ ദുർബലപ്പെട്ടിരിക്കുന്നു. TMC അപ്രത്യക്ഷമായിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷമേ ഇല്ലാത്തൊരു സ്ഥിതിയിൽ അവിടുത്തെ ഏറ്റവും നിർണായകമായ വിജയം നേടിയത് BJPക്ക് ഒരുപാട് നേട്ടമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും മാനങ്ങളുണ്ട്. പ്രാദേശിക പാർട്ടികൾ അപ്രസക്തമാകുന്നു. ദേശീയ പാർട്ടിയായ ഏറ്റവും ശക്തമായ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസിന്റെ നേതൃത്വം ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ഭരണ മുന്നണിക്ക് വലിയ നേട്ടമുണ്ടാകത്തേ ഉള്ളൂ. അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ ആലോചിക്കുന്ന പഴയ കാലത്ത് ഞങ്ങളൊക്കെ അരനൂറ്റാണ്ട് മുമ്പ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പ്രധാനമന്ത്രിയുടെ ദുർബലതയും ശക്തിയും ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പ്രതിപക്ഷ നേതാവിനും, ഇതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ ശക്തിയും ദുർബലതയും ഏറ്റവും നന്നായിട്ട് അറിയുന്നത് പ്രധാനമന്ത്രിക്കുമാണ്. ഇവർ രണ്ടുപേരും പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തുല്യ സ്ഥാനമാണുള്ളത്. അതുകൊണ്ടാണ് ക്യാബിനറ്റ് റാങ്ക് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ചർച്ചകളും പൊതുസമൂഹത്തിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും അതിനെ സംഘടിപ്പിക്കാനും മൊബിലൈസ് ചെയ്യാനും ഒക്കെ പ്രതിപക്ഷ നേതാവും നേതൃത്വവും ആവശ്യമാണ്. ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അസംഘടിതരാണ്. പല തട്ടുകളിലായി പോയിരിക്കും. ആശയപരമായ യോജിപ്പില്ല. ആശയപരമായ ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം കൊണ്ടുവരാനുള്ള സാഹചര്യമില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഗവൺമെന്റിന്റെ ചെയ്തികൾ ചോദ്യം ചെയ്യാൻ തീർച്ചയായിട്ടും പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കണം. അതിന്റെ നേതൃത്വവും ശക്തമാകണം. നേതാവും സ്ഥലത്ത് വേണം. രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം പലപ്പോഴും ഇതിനു മുമ്പും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് എവിടെ പോകുന്നു എന്നുള്ളത് സ്വന്തം പാർട്ടിയിലെ ആൾക്കാർക്കെങ്കിലും അറിയണമല്ലോ. അതുപോരാ, തീർച്ചയായിട്ടും പൊതുസമൂഹം തന്നെ അറിയണം. അങ്ങനെ അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അത് വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ മൊറേലിനെ, ആത്മവീര്യത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരി, അത് ദൗർഭാഗ്യകരമായ ഒരു സംഭവം കൂടിയാണ്. അത് മാത്രമല്ല, ഇന്ന് ഈ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രതിനിധി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് ഔദ്യോഗികമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ അറിയിച്ചത് ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ വേണോ എന്നുള്ളതാണ്. കാരണം താങ്കൾ പറഞ്ഞത് ശരിയാണ്, കോൺഗ്രസ് പാർട്ടിക്ക് പോലും രാഹുൽ ഗാന്ധി എവിടെ എന്ന കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കൃത്യമായിട്ടില്ല. ശ്രീ മോഹൻ വർഗീസ്, താങ്കൾ ഒരു റിസർച്ച് തന്നെ നടത്തി കാണൂല്ലേ?
നോക്കിയപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊന്നും കിട്ടാനില്ല. എവിടെയാണ് എന്ന്, ഏത് രാജ്യത്താണ്, എവിടെയോ കണ്ടു, സൈഷൽസിൽ ആണ് എന്ന മട്ടിൽ കണ്ടു, അറിയില്ല എവിടെയാണ്. പക്ഷേ കളിയാക്കുന്ന ആധികാരികമായ സോഴ്സ് ഒന്നുമല്ല, എവിടെയാണെന്ന് അറിയാത്ത രീതിയിൽ ഇരുട്ടിൽ തപ്പുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ജനത്തിന് ഇതൊക്കെ ഒരു നിയമപരമായി നമ്മളതിനെ നോക്കിയിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഔചിത്യ ബോധമാണ്. പ്രതിപക്ഷ നേതാവിന് ഒന്നും മറയ്ക്കാനില്ല. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് എന്ന് പറയാൻ കഴിയുന്നിടത്താണ് ജനഹൃദയങ്ങളിൽ പ്രതിപക്ഷ നേതാവ് കടന്നു വരിക. അല്ലാതെ ഇതൊരു ജോലിയായി കണ്ടുകൊണ്ട് ഞാൻ ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്യുന്നു, അടുത്ത 2 ദിവസം ചില്ലൗട്ടാണ് എന്ന് പറയാവുന്നൊരു തരം ജോലിയല്ല പ്രതിപക്ഷ നേതാവിൻ്റേത്. ഒരു രാഷ്ട്രീയക്കാരൻ്റെയും ജോലി അങ്ങനെയല്ല, അത് ജോലിയുമല്ല, ഇത് പൊതുജന സേവനമാണ്. അപ്പോൾ എല്ലാം തന്നെ സുതാര്യമായിരിക്കണം, അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ സുതാര്യമായിരിക്കണം, യാത്രാപഥങ്ങൾ സുതാര്യമായിരിക്കണം, എല്ലാം തന്നെ. അതൊന്നും പാലിക്കാൻ എനിക്ക് തോന്നുന്നത് ഒരു വെസ്റ്റേൺ DNA ഒരു പങ്ക് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് മാതൃപരമായി കിട്ടിയ അത് സോണിയാഗാന്ധിയിലൂടെ ലഭിച്ച ഒരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഭാഗമല്ലേ. യു വർക്ക് ലൈക്ക് എ ഹോഴ്സ് ഫോർ എ വീക്ക്, അത് കഴിഞ്ഞ് 2-3 ദിവസം അവധി എടുക്കുക, അല്ലെങ്കിൽ 1 മാസം ജോലി ചെയ്തിട്ട് കുറച്ച് ദിവസം അവധി എടുക്കുക. ഇങ്ങനെ ഒരു മോഡിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാനാവില്ല. അത് ഒരു രാഷ്ട്രീയക്കാരനും അങ്ങനെയല്ല. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയക്കാരനും, നരേന്ദ്രമോദി 365 ദിവസം ജോലി ചെയ്യുന്നയാളാണ്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുന്നതായി നമുക്കറിയില്ല. പ്രധാനമന്ത്രി കസേരയിൽ 1 ദിവസം പോലും അദ്ദേഹം അവധി എടുത്തതായി എൻ്റെ അറിവിലില്ല, ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രധാനമന്ത്രി ഉള്ളപ്പോൾ, അദ്ദേഹം നയങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, അങ്ങനെ ഉള്ളപ്പോൾ പ്രതിപക്ഷ നേതാവിൽ നിന്നും അതേ രീതിയിലുള്ള ഒരു ആർജവം ഇന്ത്യയിലെ ജനത പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് മഞ്ജുഷ് വാസ്തവം. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.